മഴക്കാലം അടുത്തിട്ടും പൂർത്തിയാക്കാനാകാതെ ചേർപ്പ് കരുവന്നൂർ കമാൻ മുഖത്തെ ഷട്ടർ നിർമ്മാണം. ഇതിനിടെ പുഴവെള്ളം ഉയർന്നതോടെ ഇത്തവണയും മേഖലയിൽ നിലനിൽക്കുന്നത് കനത്ത വെള്ളക്കെട്ട് ഭീഷണി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങൾ കരുവന്നൂർ കമാൻഡ് മുഖത്തെ ഷട്ടർ നിർമ്മാണ സ്ഥലം സന്ദർശിച്ചു. നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടറെ സമീപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ഈ പ്രദേശത്ത് വ്യാപകമായിട്ട് വെള്ളം കയറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചേർപ്പ് പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിൽ 2 ലക്ഷം രൂപ നമ്മളിതിൻ്റെ ചണ്ടി വലിക്കുന്നതിന് ഭാഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ അടക്കം അതിൻ്റെ ഏത് സംവിധാനത്തിലാണ് ചെയ്യാൻ പറ്റുക അതിനെക്കുറിച്ച് നോക്കുന്നതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് വന്നപ്പോൾ കമാൻഡ് മുഖത്ത് വന്നപ്പോൾ കഴിഞ്ഞ തവണ അനുവദിച്ച വർക്ക് ഇതുവരും അവർ പൂർത്തിയാക്കിയിട്ടില്ല. മേജർ ഇറിഗേഷൻ അതിനുശേഷം മേജർ ഇറിഗേഷൻ്റെ ആയിട്ടും ബന്ധപ്പെട്ടപ്പോൾ അവരത് വർക്ക് എത്രയും പെട്ടെന്ന് കഴിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇനി ദിവസങ്ങളില്ല. ഇന്ന് വരെ ചേർപ്പിൽ മഴ പെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചേർപ്പിൽ സുലഭമായിട്ടുള്ള മഴയുണ്ട്. ഇപ്പോൾ അത് അടിയന്തരമായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ പ്രദേശത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ദുരിതത്തിലാവും. അത് പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനിയെ കളക്ടറായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കളക്ടർ നാളെ കാണാമെന്ന് സമയം തരാമെന്ന് പറഞ്ഞു. ഇന്ന് കളക്ടർ സ്ഥലത്തില്ല, തിരുവനന്തപുരത്താണെന്നാണ് പറഞ്ഞത്. നാളെ കാലത്ത് കളക്ടർ കാണാൻ സമയം തരാമെന്ന് പറഞ്ഞു. അടിയന്തരമായി ഇത് ഭരണകൂടം, ജില്ലാ ഭരണകൂടം, ഗവൺമെൻറ് ഇടപെട്ടില്ലെങ്കിൽ ഈ പ്രദേശം കഴിഞ്ഞ തവണ തന്നെ നമ്മൾ ഒരു 2 മാസത്തോളം ഈ പ്രദേശത്തെ 2 സ്കൂളുകൾ അടച്ചിട്ടിട്ട് വന്നിട്ട് അവിടെ ക്യാമ്പ് നടത്തേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഡിസംബർ 27-ാം തീയതി കയറി ഭരണസമിതി അതിന് ശേഷം തന്നെ അന്നത്തെ കളക്ടറായിട്ട് ബന്ധപ്പെടുകയും ചെയ്യും. KLDCയോടും മേജർ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളോടും ഇവിടെ ഇടപെടണമെന്നും ഇവിടുത്തെ ചണ്ടി പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുകയും അതുപോലെ തന്നെ കണ്ടമാനം ചെളി ഈ ഇതിലുണ്ട്, പുഴയിലുണ്ട്. ഇത് മാറ്റിയിട്ട് മറ്റേ ചെളിയടക്കം മാറ്റിയിട്ട് ധാരം കൂട്ടി വെള്ളത്തിന് സുഗമമായ ഒഴുക്കിന് വേണ്ടിയിട്ട്. കരുവന്നൂർ കമാൻഡ് മുഖത്ത് ഹെർബർട്ട് കനാലിന് കുറുകെയായുള്ള ഷട്ടർ നിർമ്മാണം തുടങ്ങിയിട്ട് നാടുകൾ ഏറെയായിട്ടും നിർമ്മാണം പാതി വഴിയിലാണ്. ഇതിനിടെ മേഖലയിൽ ഏതാനും ദിവസമായി മഴയും ലഭിക്കുന്ന സാഹചര്യവും നിലനിൽക്കുകയാണ്. കരുവന്നൂർ പുഴയിൽ വെള്ളം ഉയർന്നതോടെ ആശങ്കയിലായിരിക്കുകയാണ് ജനങ്ങൾ. ഷട്ടർ ഇല്ലാത്തത് മൂലമുണ്ടാകുന്ന വെള്ളക്കെട്ട് വർഷം തോറും ആയിരക്കണക്കിന് ആളുകൾക്കാണ് ദുരിതമുണ്ടാക്കുന്നത്. മുൻപ് കമാൻഡ് മുഖത്ത് പുഴവെള്ളം നിയന്ത്രിക്കാൻ സ്ഥാപിച്ചിരുന്ന സ്ലൂയിസ് 2024 ജൂലൈ 31-ന് തകർന്നിരുന്നു. ഹെർബർട്ട് കനാലിൽ കല്ലും കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചതായിരുന്നു പഴയ സ്ലൂയിസ്. പിന്നീട് 10 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച താൽക്കാലിക തടയണയും തകർന്നിരുന്നു. ഇതേ തുടർന്നാണ് 46 ലക്ഷം രൂപ ചിലവഴിച്ചുള്ള ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ ഷട്ടർ നിർമ്മാണം തുടങ്ങിയത്. ആനക്കടവ് പാലത്തിനോട് ചേർന്നാണ് ഷട്ടർ നിർമ്മിക്കുന്നത്. പഴക്കമുള്ള പാലത്തിനോട് ചേർന്നുള്ള ഷട്ടർ നിർമ്മാണം അശാസ്ത്രീയമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചേർപ്പ്, ചാഴൂർ, താന്യം, പാർളം, വല്ലച്ചിറ എന്നീ 5 പഞ്ചായത്തുകളിലായി 3000-ഓളം കുടുംബങ്ങൾ നേരിട്ടും ആയിരക്കണക്കിന് പേർ പരോക്ഷമായും വെള്ളക്കെട്ടിന്റെ ദുരിതം അനുഭവിക്കുന്നവരാണ്. ഇതോടൊപ്പം മേഖലയിൽ വലിയ തോതിലുള്ള കൃഷിനാശത്തിനും വെള്ളക്കെട്ട് ഭീഷണിയാകുന്നുണ്ട്. മുൻപ് താൽക്കാലിക തടയണ തകർന്നപ്പോൾ സ്ഥലം സന്ദർശിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഷട്ടർ നിർമ്മാണത്തിന് ആവശ്യമായ പണം നൽകാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധവുമുള്ളതായി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് പറഞ്ഞു.